ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് നമ്മളെ വെള്ളയപ്പം ചുടുന്നതെന്നുള്ള ആ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് ഞാൻ വേണ്ടിയിട്ട് പച്ചരി കുതിർത്ത് വെച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരയിട്ടിട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര, കുറച്ച് ഈസ്റ്റ്, ഇത്രയും സാധനങ്ങൾ. പിന്നെ കുറച്ച് ഉപ്പും. ഇതാണ് ഈസ്റ്റ്. ഇത് കുറച്ചെടുത്തിട്ട് ഇടുക. പിന്നെ തേങ്ങ, ഇതെല്ലാം കൂടി, ഉപ്പ് എല്ലാം കൂടി എന്നിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ചോറൊന്നും ചേർക്കുന്നില്ല. പിന്നെ ചേർക്കുന്നത് ഞാൻ തേങ്ങേൻ്റെ വെള്ളമാണ്. കേട്ടോ. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. തേങ്ങേൻ്റെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. തേങ്ങേൻ്റെ വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇതാ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്റ്റാൻഡ് പോയി, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയെല്ലാം കാണിക്കേണ്ടി വരുന്നത്. ശരിക്ക് കാണിക്കാനുള്ള ഇതില്ല, എൻ്റെ സ്റ്റാൻഡ് പോയി. അപ്പോൾ തൽക്കാലം ഞാൻ വേറെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ട്, അതധികം നീളമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പം ഞാനിത് അരച്ചെടുത്ത് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഒരിക്കൽ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വെച്ചു. ഇനി ഒന്നും കൂടി അരക്കാനുണ്ട്, അതും കൂടി അരച്ച് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. എന്നിട്ട് നല്ല വൃത്തിയിൽ കൂട്ട് നമുക്ക് അടച്ച് വെക്കണം. നാളെ രാവിലേക്ക് കൂട്ട് നല്ല അടിപൊളിയായിട്ട് പൊന്തിയിട്ടുണ്ടാവും. എന്നിട്ടാണ് നമ്മൾ അപ്പം ചുടുന്നത്. അപ്പം നല്ല അടിപൊളി വെള്ളയപ്പമായിട്ട് കിട്ടും. വേറെ ഒന്നും ഞാൻ ചെയ്യലില്ല. എൻ്റെ വെള്ളയപ്പം ചുടുന്നതിന് ഞാൻ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ചോറൊന്നും ചേർക്കുന്നില്ല. ചോറെല്ലാം ചേർത്തിട്ട് ചുടുന്നവരുണ്ട്, പക്ഷെ ഞാൻ ചോറൊന്നും ചേർക്കുന്നില്ല. ചോറൊന്നും ചേർക്കാണ്ട് തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നല്ല അടിപൊളി വെള്ളയപ്പമായിട്ട് എനിക്ക് കിട്ടലുണ്ട്. പിന്നെ ചിലത് ഓരോ അരിൻ്റെ ഇതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുമോ എന്ന് പറയുന്നത്, അത്രയേ ഉള്ളൂ. മറ്റല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടലുണ്ട്. നല്ല സോഫ്റ്റ് അപ്പായിട്ട്. അപ്പം ഞാൻ മറ്റേതും കൂടി അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് അടുത്തും കൂടി ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം അരച്ചെടുത്ത് കൊണ്ടുവന്നു. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ ഒന്ന് കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാണ് ഞാൻ ചെയ്യുന്ന പരിപാടി. നല്ല അടിപൊളിയായിട്ട് കണ്ട ഈ ലൂസിലാണ് ഉള്ളത്. എന്നിട്ട് അടി അടച്ചു വെക്കുക. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ഇത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ട് നോക്കൂ, എങ്ങനെയുണ്ട് എന്നറിയാലോ. കണ്ടല്ലോ. അപ്പം ഇനി ഞാനിതോടെ അടച്ചു വെക്കും. അപ്പം ഇനി നമുക്കിതായി കഴിഞ്ഞ് എന്നിട്ട് കാണാം. അതാ നല്ലത്. അപ്പോൾ ഗൈസ്, ഞാൻ അരച്ച് വെച്ച വെള്ളയപ്പത്തിൻ്റെ കൂട്ടാണിത്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ട, ഇതാണ് ഞാൻ അരച്ച് വെച്ച വെള്ളയപ്പത്തിൻ്റെ കൂട്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഷീറ്റിൽ നിന്ന് മാങ്ങ വീഴുന്ന ഒച്ചയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഠോ ടീൻ ഠോ എന്നിട്ട് പൊട്ടാസ് ഓട്ടും പോലെ. മാങ്ങയെല്ലാം അടിഞ്ഞു പോകുന്നതാണ് ഗൈസ്. കണ്ട, നല്ല അടിപൊളി കൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ നിങ്ങൾക്കിത് ചുട്ടിട്ടും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വെള്ളയപ്പം ചുടുന്നത്. എല്ലാവർക്കും ഞാൻ ചുടുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ ആക്കി എടുത്തതാണ്. നല്ല അടിപൊളിയായിട്ട് കൂട്ട് എല്ലാം പൊന്തി വന്ന് നല്ല റെഡി ആയിട്ടുണ്ട്. ഉപ്പെല്ലാം ഞാൻ തലേന്ന് ചേർത്തിന് കേട്ടോ, ഉപ്പം ചേർക്കുന്നൊന്നുമല്ല, എല്ലാം റെഡിയാക്കി വെച്ച കൂട്ടാണ്. പിന്നെ
ഇതിൽ തേങ്ങാപ്പാലെല്ലാം ചേർക്കണ്ടെങ്കിൽ ചേർക്കാം, അപ്പോൾ രുചി കൂടും. ഞാൻ പിന്നെ തേങ്ങക്കല്ലിപ്പം കുറേ വിഷമല്ലേ, അതുകൊണ്ട് തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല. ഇനി ഞാനിത് ചുട്ടിട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് വെക്കട്ടെ. വെള്ളയപ്പച്ചട്ടി വെച്ച് ഇനി അത് കാഞ്ഞാൽ നമുക്ക് നമ്മളെ വെള്ളയപ്പത്തിൻ്റെ കൂട്ട് ഒഴിച്ച് കൊടുക്കണം. കായട്ടെ, എന്നിട്ട് ഞാൻ ഒഴിക്കുന്ന കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ കാഞ്ഞിട്ടുണ്ട്, ഞാൻ ഒഴിക്കുന്നുണ്ട്. 1 സ്പൂണാണ് കോരി ഒഴിക്കുന്നത്. എന്നിട്ടിത് ഇങ്ങനെ ചുറ്റിക്കുക. പൊടി അടച്ചു വെക്കാം. വെള്ളം പോരെയെങ്കിലും നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കണം. കുറച്ച് കട്ടി പോലെ ഒഴിക്കുമ്പം തോന്നുന്നുണ്ട്, ലേശം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ലേശം കട്ടി പോലെ തോന്നിയിട്ട്. തുറന്ന് നോക്കട്ടെ. ഇതാ കണ്ട, ഇതാ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി വെള്ളയപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്കും ചൂടാം, ഒരു പണിയുമില്ല ഗൈസ്. വേഗം കഴിയുന്ന ഒരു വഴിയാണ്. ഒഴിക്കുക, ചുറ്റിക്കുക. ഇതാ ചുറ്റിച്ചു, അടച്ചു വെച്ചു, വാങ്ങുക. ഇതാ ഇതുമായി കണ്ട, ഇതാ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല ഗൈസ്? അടിപൊളി വെള്ളയപ്പാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്ക്. വെള്ളം നോക്കിയിട്ട് കുറച്ച് ഒഴിച്ചാൽ, ഞാനിപ്പോൾ ലേശം ഒഴിക്കേണ്ടി വന്നത് കുറച്ച് കട്ടി കൂടുതലായിട്ട് കേട്ടോ. അതേപോലെ തന്നെ എല്ലാവർക്കും ചെയ്യുക. എന്താ എൻ്റെ വെള്ളയപ്പം കണ്ട, എന്താ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഗൈസ് ഇതാ എൻ്റെ വെള്ളയപ്പം അരക്കുന്നതും ചുടുന്നതും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. എന്നിട്ട് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കൂ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തത് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാനിതാ വെള്ളയപ്പം ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ, ഇതാ ചുട്ട് വെച്ചു ഞാൻ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.